നമുക്ക് പഠിക്കാനുള്ളത് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസ് എന്നൊരു ടോപ്പിക്കാണ്. നമ്മൾ ഹൈപ്പോത്തിസിസ് എന്താണെന്നും അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെ പഠിച്ചു. ഇനി എങ്ങനെയാണ് നമ്മൾ ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു ടോപ്പിക്കാണ് നമുക്ക് പഠിക്കാനുള്ളത്. വെൻ എ ഹൈപ്പോത്തിസിസ് ഹാസ് ബീൻ ഫ്രെയിംഡ്, ഇറ്റ് ഈസ് ദ റിസർച്ച് സ്റ്റഡി. ഇറ്റ് മസ്റ്റ് ബി വെരിഫൈഡ് ആസ് ട്രൂ ഓർ ഫോൾസ്. ഇന്നലെ നമ്മൾ പറഞ്ഞു റിസർച്ച് ചെയ്യുന്ന ആളുടെ പെർസെപ്ഷൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള അറിവിന്റെ ബേസിലാണ് നമ്മൾ ഹൈപ്പോത്തിസിസ് തയ്യാറാക്കുന്നത് അല്ലെ. ഇറ്റ് മസ്റ്റ് ബി വെരിഫൈഡ് ആസ് ട്രൂ ഓർ ഫോൾസ്. Verifiability is one of the important condition of a good hypothesis. Verification of hypothesis means testing the truth of the hypothesis in the lights of fact. നമ്മൾ കണ്ടുപിടിച്ച ഒരു ഹൈപ്പോത്തിസിസ് either it may be true or false അല്ലെ, അത് നമുക്ക് ലഭിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഫാക്ട്സിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ ട്രൂത്ത്നെസ്, സത്യസന്ധത ടെസ്റ്റ് ചെയ്യലാണ് അത് ഏറ്റവും നല്ലൊരു ഹൈപ്പോത്തിസിസിന് വേണ്ട കണ്ടീഷൻ എന്ന് പറയുന്നത്. If the hypothesis agree with the fact, it is said to be true and may be accepted as the explanation of the fact. If it does not agree, it is to be false. Such a false hypothesis is either totally rejected or modified. നമ്മൾ പറഞ്ഞു ഒരു പക്ഷേ തെറ്റായിരിക്കാം അല്ലെങ്കിൽ ശരിയായിരിക്കാം. ശരിയായിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ നമുക്ക് അതിന്റെ രീതിക്ക് പോവാം. അത് തെറ്റാണെങ്കിൽ അത് റിജക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ആവശ്യമായ മോഡിഫിക്കേഷൻസ് വേണമെങ്കിൽ വരുത്താം. ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസ് ഈസ് ഡൺ ബൈ യൂസിങ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്. ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുക സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ആണ്. ടെസ്റ്റിംഗ് ഈസ് യൂസ്ഡ് ടു ആക്സെപ്റ്റ് ഓർ റിജക്ട് ദ ഹൈപ്പോത്തിസിസ് യൂസിങ് ദ സാമ്പിൾ ഫ്രം ദ ഡിസ്ട്രിബ്യൂഷൻ. നമ്മൾ ഒരു സാമ്പിൾ എടുത്തിട്ടാണ് നോക്കുക. ഇറ്റ് ഈസ് ദ അസംപ്ഷൻ ഓഫ് ദ നൾ ഹൈപ്പോത്തിസിസ് ആൻഡ് ഇറ്റ് ഈസ് ടെസ്റ്റഡ് അഗെയിൻസ്റ്റ് ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ്. എന്താണ് നൾ ഹൈപ്പോത്തിസിസ് എന്നും എന്താണ് ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് എന്നും നമ്മൾ ഇന്നലെ പഠിച്ചു അല്ലേ. നിങ്ങൾ ഇതിന്റെ പ്രോബ്ലം ഫിഗർ ക്യൂട്ടിയിൽ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. അപ്പൊ ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ആണ് നമ്മൾ ഇതിന്റെ ഒതന്റിസിറ്റി മനസ്സിലാക്കുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് ഓഫ് ഹൈപ്പോത്തിസിസ് ആർ അപ്ലൈഡ് ടു സാമ്പിൾ data. The procedure involved in testing hypothesis as first one, select a sample and collect data. നമ്മളൊരു സാമ്പിൾ എടുക്കുക, എന്നിട്ട് അതിനാവശ്യമായിട്ടുള്ള ഡാറ്റ എടുക്കുക. കൺവേർട്ട് ദ വേരിയബിൾ ഓർ ആട്രിബ്യൂട്ട് ടു സ്റ്റാറ്റിസ്റ്റിക്കൽ ഫോം സച്ച് ആസ് മീൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എക്സെട്ര. അതിനുശേഷം ഹൈപ്പോത്തിസിസ് ഫോർമുലേറ്റ് ചെയ്യാം. അതിനുശേഷം സെലക്ട് an appropriate test for the data such as t-test, z-test, etc. ക്യൂട്ടിയിൽ നമ്മൾ പഠിച്ചില്ലേ കഴിഞ്ഞ വർഷം t-test, z-test ഒക്കെ. and perform computation. finally draw the inference of accepting or rejecting the null hypothesis. അപ്പൊ ഇത്രയും 6 സ്റ്റെപ്പ്, ഇതിന്റെ കുറെ ഭാഗങ്ങൾ നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചതുകൊണ്ട് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അല്ലെ. അങ്ങനെ ഈ 6 സ്റ്റെപ്സ് എടുത്തിട്ടാണ് നമ്മൾ ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്യുന്നത്. ഇനി ഇതിന്റെ സ്റ്റേജസ്. there are 4 stages in hypothesis. The first stage is feeling a problem. The observation and analysis of the researcher reveal certain fact. These fact pose a problem. നമ്മൾ ആദ്യമായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ റിസർച്ചറെ ഒബ്സർവ് ചെയ്യുന്ന അനാലിസിസ് നടത്തുന്ന കാര്യങ്ങളാണ്. അനാലിസിസ് നടത്തുമ്പോൾ നമുക്ക് കുറച്ച് ഫാക്ട്സ് കിട്ടും. These fact pose a problem. The second stage is the formulation of hypothesis or hypothesis. A tentative guess is made to explain the fact. നമ്മൾ ഏകദേശം ഒരു ടെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ഊഹമാണ് നമ്മൾ ഉണ്ടാവുക. ഞാൻ പറഞ്ഞു അത് വേണമെങ്കിൽ ശരിയാവാം അല്ലെങ്കിൽ തെറ്റാവാം. The third stage is deductive development of hypothesis using deductive. Next, the last stage is verification. Verification or testing the hypothesis. ലാസ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നത്, ഇത് വെരിഫൈ ചെയ്യുന്നു അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യുന്നു. ഇങ്ങനെയുള്ള 4 സ്റ്റേജ് ആണ് ഹൈപ്പോത്തിസിസിന്റെ സ്റ്റേജ്. ആദ്യത്തെ സ്റ്റേജ് നമ്മൾ എന്താ പറഞ്ഞ, ഒരു പ്രോബ്ലം കണ്ടെത്തുന്നു. രണ്ടാമത്തെ സ്റ്റേജിൽ അത് ഫോർമുലേറ്റ് ചെയ്യുന്നു. തേർഡ് സ്റ്റേജിൽ നമ്മൾ എന്തെങ്കിലും ഡിഡക്റ്റീവ് ഡെവലപ്മെന്റ്സ് ഓഫ് ഹൈപ്പോത്തിസിസ്, ഡിഡക്റ്റീവ് റീസണിങ് വെച്ചിട്ട് ചെയ്യുന്നു. ലാസ്റ്റ് സ്റ്റേജിലെ വെരിഫിക്കേഷൻ ഓർ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസ്. ഇനി നമുക്ക് ഇന്ന് പഠിക്കാനുള്ള ഒരു പോയിന്റ് യൂസസ് ഓഫ് ഹൈപ്പോത്തിസിസ് ആണ്. എന്താണ് ഹൈപ്പോത്തിസിസിന്റെ യൂസസ്?
ഒന്നാമത്തെ, ഇറ്റ് ഈസ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് റിസർച്ച് വർക്ക്. റിസർച്ച് വർക്കിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ് ഹൈപ്പോത്തിസിസ്. ഇറ്റ് ഹെൽപ്സ് ഇൻ ഡിസൈഡിങ് ദ ഡയറക്ഷൻ ടു വിച്ച് പ്രൊസീഡ്. ഏത് വഴിയിലൂടെ നമ്മൾ പോകണം എന്നതിനുള്ള ഒരു ഡയറക്ഷൻ ആണ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. ഇറ്റ് ഹെൽപ്സ് ഇൻ സെലക്ടിങ് ആൻഡ് കളക്ടിങ് പെർട്ടിനന്റ് ഫാക്ട്സ്. നമ്മളിവിടെ എന്താ ചെയ്യുന്നത്? ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഫാക്ട്സ് ആണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എൻ എയ്ഡ് ടു എക്സ്പ്ലനേഷൻ. നമ്മൾ ഒരുപാട് സെർച്ചസ് നടത്തുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാവും അല്ലെ. ഇറ്റ് ഹെൽപ്സ് ഇൻ ഡ്രോയിങ് സ്പെസിഫിക് കൺക്ലൂഷൻ. ഏകദേശം നമ്മുടെ ടോപ്പിക്കിലേക്ക് ഒരു കൺക്ലൂഷൻ എത്തുന്ന രീതിയിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നു. ഇറ്റ് ഹെൽപ്സ് ഇൻ ടെസ്റ്റിംഗ് തിയറി. ഇറ്റ് വർക്ക് ആസ് എ ബേസിസ് ഓഫ് ഫ്യൂച്ചർ നോളജ്. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ചത് എന്താണ് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസ് എന്നാണ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ നമ്മൾ ഒരു എന്തൊക്കെ സ്റ്റേജസ് ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ സ്റ്റേജസിലൂടെ കടന്നു പോകണം എന്ന് പറഞ്ഞു. നമ്മൾ 6 സ്റ്റേജസ് പഠിച്ചു. അതിനുശേഷം അതിൻ്റെ സ്റ്റേജസ്, അതിൻ്റെ 4 സ്റ്റേജസും കൂടെ പഠിച്ചു. നമ്മൾ എന്തൊക്കെ മെത്തേഡ് ചെയ്യണമെന്ന് ആദ്യം പഠിച്ചു. അതിനുശേഷം സ്റ്റേജസ് പഠിച്ചു. പിന്നെ അതിൻ്റെ യൂസസ് പഠിച്ചു. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്.